ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പറയുന്നത് IDS IPS ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. IDS IPS ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ നടക്കുന്ന അറ്റാക്കുകളെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നെറ്റ്വർക്കിൽ ഇനി അറ്റാക്ക് നടന്നാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതൊരു അലേർട്ട് തരും. ആ അലേർട്ട് സെക്യൂരിറ്റി ടീമിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് സെക്യൂരിറ്റി ടീം എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്താണോ ആ ഇഷ്യൂ, എന്താണോ അറ്റാക്ക് നടന്നത്, എന്താണോ ആ ഇഷ്യൂ, അത് അവർ റെക്ടിഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന സെക്യൂരിറ്റി അലേർട്ട്സ് ആ ഒരു ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനുമാണ് IDS IPS എന്നുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ആ ടൂളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. IDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എന്താണോ ഭീഷണി അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. അത് മാത്രമല്ല അലേർട്ട് തരുകയും ചെയ്യും. അപ്പോൾ അലേർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ അറിയിക്കുന്നതാണ് IDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ IDS എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്. നെറ്റ്വർക്ക് ബേസ്ഡ് IDS ഉണ്ട്, ഹോസ്റ്റ് ബേസ്ഡ് IDS ഉണ്ട്. നെറ്റ്വർക്ക് ബേസ്ഡ് IDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുഴുവൻ സെഗ്മെൻറ്റുകളിലുള്ള നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷിക്കണതിനെയാണ് നെറ്റ്വർക്ക് ബേസ്ഡ് IDS എന്ന് പറയുന്നത്. ഹോസ്റ്റ് ബേസ്ഡ് IDS ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്റ്റിലോ പോയിൻറ്റ്സിലോ പ്രവർത്തനം നിരീക്ഷിക്കണതിനാണ് ഹോസ്റ്റ് ബേസ്ഡ് IDS എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ്, സെർവർ അങ്ങനെയുള്ളതാണ് പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. IPS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് IPS എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു, അപ്പോൾ ആ റിയൽ ടൈമിൽ തന്നെ എന്താണോ ആ അറ്റാക്കിനെ എന്ത് ചെയ്യും? അവർ പ്രിവെൻറ്റ് ചെയ്യും. അതാണ് IPS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പോൾ IPS എന്ന ടൂളിനായിട്ട് അഡീഷണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. IDSനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ IPSന് അഡീഷണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. IDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലേർട്ട് തരും, ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പം IPS ആണെങ്കിലോ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ അലേർട്ട് തരാൻ പറ്റുമെന്ന് മാത്രമല്ല അതിനെ ആ വരുന്ന അറ്റാക്കിനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടി IPS എന്ന് പറയുന്ന ടൂളിനുണ്ട്. അപ്പോൾ ഇനി IPS 2 ടൈപ്പാണുള്ളത്. നെറ്റ്വർക്ക് ബേസ്ഡ് IPS ഉണ്ട്, ഹോസ്റ്റ് ബേസ്ഡ് IPS ഉണ്ട്. നെറ്റ്വർക്ക് ബേസ്ഡ് IPS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റയർ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് നെറ്റ്വർക്ക് ബേസ്ഡ് IPS. ഹോസ്റ്റ് ബേസ്ഡ് IPS ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ IPS ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ IDSനും IPSനും അതിൻ്റെ ടൈപ്സും ഒക്കെ പറഞ്ഞു. ഇനി IDSൻ്റെ IPSൻ്റെ മാക്സിമം ഒരു 3 ഡിഫറൻസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ റെസ്പോൺസ്, IDSൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാരെ അറിയിക്കുക, അലേർട്ട് തരും IDS. അതാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇപ്പോൾ സാധ്യതയുള്ള ഭീഷണി തിരിച്ചറിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാരെ അറിയിക്കുന്ന ഒരു രീതി. ഇനി IPS എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ത്രെഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യില്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ റെസ്പോൺസ് IPSൻ്റെ. ഇനി അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IDSൻ്റെ ഔട്ട് ഓഫ് ബാൻഡ് മോണിറ്ററിങ് മെയിനായിട്ടുള്ളത്. പിന്നെ IPSൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ ആണ്. ഇപ്പോൾ ഇൻ ട്രാഫിക് പാത്തുകളിലുള്ള ഒരു ഇത്. ഇനി ആക്ഷനാണ്. IDSൻ്റെ ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസീവാണ്. കാരണം അത് മിറ്റിഗേറ്റ് ചെയ്യണില്ല. ഇപ്പം എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റണില്ല.
അപ്പോൾ അതിൽ IDSൽ ചെയ്യാൻ പറ്റുന്നത് ഡിറ്റക്റ്റ് ചെയ്യാൻ മാത്രമാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാസീവാണ്. ഇനി IPSൽ ആക്റ്റീവാണ് ആക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്റ്റീവാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ IPSന് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. IDS IPS അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങളോ ഇപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.